إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سورة الشعراء. قال لهم موسى ألقوا ما أنتم ملقون فألقوا حبالهم وعصيا وقالوا بعزة فرعون إنا لنحن الغالبون. സൂറ അശ്ശുറാ 43-44 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഖാല ലഹും അവരോട് പറഞ്ഞു മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, അൽഖൂ നിങ്ങൾ ഇട്ടുകൊള്ളൂ, മാ അൻതും മുൽഖൂൻ നിങ്ങൾക്കിടാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇട്ടുകൊള്ളൂ. അവരുടെ കയ്യിൽ പലതരത്തിലുള്ള കയറുകൾ ഉണ്ടായിരുന്നു, വടികളുണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നത്. ആ കയറുകളും വടികളും അവരിടുകയാണ് ഉണ്ടായത്. അടുത്തായത്തിൽ അതിനെപ്പറ്റി വിശദീകരിക്കുന്നു. അപ്പോൾ അവർ ഇട്ടു ഹിബാലഹും അവരുടെ ആ കയറുകളും വഅസിയ്യഹും അവരുടെ വടികളും അവരിട്ടു. അവരുടെ കയ്യിലുണ്ടായിരുന്ന വടികളും കയറുകളും ഇട്ടു. എന്നിട്ട് അതൊക്കെയും പാമ്പുകളായി മാറി എന്നാണ് പറയുന്നത്. ആ രൂപത്തിൽ അവർക്ക് പാമ്പുകളായ അവരുടെ കയ്യിലുള്ള ആ വടികളെയും കയറുകളെയും പാമ്പുകളാക്കി മാറ്റാനുള്ള മായാജാലം സിഹ്ർ പഠിച്ചവരാണ് ആ സാഹിര്യങ്ങളൊക്കെയും. അതവർ പ്രായോഗികവൽക്കരിക്കുകയാണ്. അതാണ് ഇവിടെ അല്ലാഹു വിശദീകരിക്കുന്നത്. എന്നാൽ അവർ ഇട്ടു ഹിബാലും അവിടെ കയറുകളെ ഇട്ടു, വഅസിയും അവിടെ വടികളെയും ഇട്ടു. വഖാലു എന്നിട്ട് ആ സാഹിര്യങ്ങൾ പറഞ്ഞു, ബിഇസ്സത്തി ഫിർഔനിന്റെ പ്രതാപം കൊണ്ടെന്താണ് അവർ പറഞ്ഞത്. ഒരിക്കലും അല്ലാഹുവിനെ ചേർത്ത് പറഞ്ഞില്ല, റബ്ബുൽ ആലമീനെ ചേർത്ത് പറഞ്ഞില്ല. ഫിർഔനിനെ ആരാധിക്കുന്നവരാണ്, ഫിർഔനിനെ വലിയ തരത്തിലുള്ള റബ്ബായി അംഗീകരിക്കുന്നവരാണ്. അതാണ് ഇവിടെ പറയുന്നത്. ബിഇസ്സത്തി ഫിർഔനിന്റെ ഇസ്സത്ത് കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ അവരുടെ കയറുകളും വടികളും നിലത്തിട്ടത്. ഇന്നാ നഹ്നുൽ ഖാലിബൂൻ ഞങ്ങൾ നിശ്ചയമായും ഞങ്ങൾ വിജയിക്കുന്നവരാകുന്നു എന്നാണ് അവർ പ്രഖ്യാപിച്ചത്. പക്ഷേ തികഞ്ഞ പരാജയമാണ് അവർക്ക് ലഭിച്ചത്. അതെടുത്താത്തിൽ വരുന്നുണ്ട്. ആ രൂപത്തിൽ ജൽപ്പനം നടത്തിക്കൊണ്ടാണ് അവരുടെ കയറുകളെയും വടികളെയും പാമ്പുകളാക്കി മാറ്റി ജനങ്ങളുടെ മുമ്പിൽ കൺകെട്ടി വിദ്യ പ്രദർശിപ്പിച്ചത്. അതിനെ കുറിച്ചാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.